നമസ്കാരം, സജു സ്ക്രീൻ വീലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങി ഇപ്പോൾ 2200 സബ്സ്ക്രൈബേഴ്സ് കൂടുതലായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു സ്പെഷ്യൽ കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു വിശിഷ്ടമായിട്ടുള്ള ഒരു എണ്ണ തയ്യാറാക്കാനാണ്. ഇതെൻ്റെ അമ്മയാണ് അവിടെ ഇരിക്കുന്നത്. വേണ്ടേ, അമ്മയുടെ ഒരു മുടി പോലും നരച്ചിട്ടില്ല. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ 75 വയസ്സോളമായി. അപ്പോൾ അമ്മ പാരമ്പര്യമായിട്ട് വളരെ ചെറുപ്പത്തിലേ തന്നെ ഈ എണ്ണയാണ് കാച്ചി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കാണാൻ തുടങ്ങിയതാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അമ്മ ഈ അടുത്ത കാലത്തായിട്ട് ചെറുതായിട്ടൊന്ന് വീണു. അത് റിക്കവറായിട്ട് വരുന്നതേ ഉള്ളൂ. നമ്മൾ നേരത്തെ വീഡിയോ എടുക്കാനായിട്ടിരുന്നാണ് അപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ആയത്. അപ്പോൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് ആരോഗ്യം വീണ്ടും കിട്ടിയിട്ടില്ല. എങ്കിലും ഇപ്പം ഒരുവിധമൊക്കെ നടക്കാനൊക്കെ പറ്റും എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ വീട്ടുപറമ്പിൽ നിന്നൊക്കെ എടുത്താണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അമ്മ പറയും. ഞാൻ ചെറുതിലെ ഈ എണ്ണയാണ് ഞാൻ കാച്ചി തേക്കുന്നത്. എൻ്റെ മുടിക്കും ഒരു കുഴപ്പമില്ല. എനിക്ക് വേറെ നീരിറക്കവും വേറെ ഒന്നുമില്ല. നിങ്ങളും ഇതേപോലെ ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്യണം. അപ്പോൾ ഇത് എങ്ങനെയാണ് എണ്ണ തയ്യാറാക്കുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ്, എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഇപ്പം മഴയില്ലാത്തതുകൊണ്ട് ഈ കീഴാർ നെല്ലിയൊക്കെ കിട്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ്. ബാക്കിയെല്ലാം നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മളെ വീട്ടിൻ്റെ പറമ്പിലൊക്കെ ഉള്ള സാധനങ്ങളായിരുന്നു എല്ലാം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം നാച്ചുറലായിട്ടുള്ള, ഒന്നും വാങ്ങിയതൊന്നുമല്ല. എല്ലാം നമ്മളെ പറമ്പിൽ ഒക്കെ ഉള്ള സാധനങ്ങൾ തന്നെയാണ്. ഇതെല്ലാം നമ്മളെ പറമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കീഴാർ നെല്ലി മാത്രം നമുക്ക് തികഞ്ഞില്ല. കുറച്ചൊക്കെ പിള്ളിയിൽ നമ്മൾ ഇപ്പോൾ ദൂരെ സ്ഥലത്തു നിന്നൊക്കെ പോയൊക്കെയാണ് എടുത്തുകൊണ്ട് വന്നത്. എല്ലാം നമ്മൾ പിഴുതെടുത്ത് കളക്ട് ചെയ്തതാണ് ഇതെല്ലാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ തന്നെ ഇതുപോലെ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ പറമ്പ് ഒരിടത്ത് കിട്ടാൻ വഴിയില്ലെന്നുണ്ടെങ്കിൽ അങ്ങാടി കടയിലൊക്കെ കിട്ടും ഇതൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിച്ച് ചെയ്താലും മതി. അപ്പോൾ ഇതെന്തായാലും അമ്മ ഇത് പാരമ്പര്യമായിട്ട് അവരെ തലമുറകളായിട്ട് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ കാണിക്കണം എങ്ങനെയാണ് എണ്ണ തയ്യാറാക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എങ്ങനെയാണ് നമ്മൾ എണ്ണ തയ്യാറാക്കുന്ന അതിൻ്റെ സാധനങ്ങളെക്കുറിച്ച് പറയാം. അപ്പോൾ ഇതാണ് പൂവാങ്കുരുന്ന. നമ്മൾ വിളയിലൊക്കെ നിൽക്കുന്നത് തന്നെ. ഇത് ഒരുപാട് കൊണ്ട് ഇപ്പോഴും കിട്ടാനൊക്കെ ഉണ്ട് ഒരുപാട്. അപ്പോൾ ഇതാണ് പൂവാങ്കുരുന്ന. നന്നായിട്ട് നോക്കിയോ, പൂവാങ്കുരുന്ന വേണ്ട. ഓക്കെ, ഇനി അടുത്തത് ഇതാണ് കീഴാർ നെല്ലി എന്നാണ്. അതാണ്ട് നമ്മൾ എടുത്തപ്പോഴത്തേക്ക് നല്ല വിരിഞ്ഞ് നിന്നാണ്, നല്ല വിടർന്ന് നിന്നാണ്. ഇപ്പം അത് ഇലയൊക്കെ അണഞ്ഞ് നിൽക്കുകയാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ്. അതാണ് ഈ കീഴാർ നെല്ലി. കീഴാർ നെല്ലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇലയുടെ അടിയിലായിട്ട് ചെറിയ അരികൾ കാണും. അപ്പോൾ അതാണ് കീഴാർ നെല്ലി എന്ന് പറയുന്നത്. നെല്ലിക്ക പോലത്തെ ചെറിയ അരികൾ. അപ്പോൾ ഇത് ഇതിൻ്റെ ഔഷധ ഗുണമെന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിനൊക്കെ ഇത് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് കൊടുക്കും. അതുപോലെ കരൾ രോഗത്തിനൊക്കെ മികച്ച ഔഷധമാണ്. ഇത് ഒരുപാട് രോഗത്തിനൊക്കെ ഉള്ള ഔഷധമാണ് ഈ കീഴാർ നെല്ലി എന്ന് പറയുന്നത്. അപ്പോൾ അത് മിക്കവർക്കും അറിയാമെന്നുള്ളതാണ്. ഇത് കീഴാർ നെല്ലി. ഇത് കിട്ടാനൊക്കെ വലിയ പാടാണ്. ഇപ്പോഴും മഴയാണെന്നുണ്ടെങ്കിൽ ശരിക്കും കിട്ടും അല്ലേ. ഇനി അടുത്തത് ഇത് കൈതോന്നി എല്ലാവർക്കും അറിയാം. കൈതോന്നി പണ്ട് മുതൽക്ക് എണ്ണ കാച്ചുന്ന ഒരു സാധനമാണ്. പ്രധാനപ്പെട്ട ഐറ്റമാണ് ഇത് കൈതോന്നി. അപ്പോൾ ഇനി അടുത്തത് വേപ്പില. അതായത് ആര്യവേപ്പാണിത്. ആര്യവേപ്പില. ഓക്കെ, ഇതാണ് കറിവേപ്പില. ഇത് നാടൻ കറിവേപ്പിലയാണ്. നമ്മൾ നല്ല മണമുള്ള നമ്മൾ വീട്ടിൽ നിൽക്കുന്ന കറിവേപ്പിലയാണ്. നമ്മൾ നല്ല ചുമന്ന മണ്ണൊക്കെയാണ്. അപ്പോൾ നല്ല പുഷ്ടിയോടുകൂടി നല്ല മണം വേണം. അതാണ് ഈ കറിവേപ്പിലയുടെ പ്രത്യേകത. ഓക്കെ, ഇതെല്ലാം നാടൻ നമ്മുടെ പറമ്പിലൊക്കെ ഉള്ളത് തന്നെ. എല്ലാം നമ്മൾ ഇവിടെ നിന്ന് പറിച്ചെടുത്തതാണ്, അല്ല ഒന്നും വാങ്ങിയതോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ഇത് അടുത്തത് പറയാം. അടുത്ത കൃഷ്ണ തുളസി ഇല. ഇത് നമുക്ക് വീട്ടിൽ ഒരുപാട് ഉള്ളത് തന്നെ. നല്ല ഒരു ഔഷധമാണ്. അപ്പോൾ ഇനി അടുത്തതാണ് ഈ തൊട്ടാവാടി. ഇത് നമ്മൾ പറിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നല്ല വിരിഞ്ഞ് നിൽക്കുന്നതാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്നാണ്, അതെല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇത് ഈ തലയിൽ നീരിറക്കം ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. നീരൊക്കെ വറ്റാനൊക്കെ നല്ല ഗുണമുള്ളതാണ്. ഇത് നല്ലൊരു ഔഷധമാണ് തൊട്ടാവാടിയുടെ ഇല.
കറ്റാർ വാഴ. അപ്പോൾ ഇത് കറ്റാർ വാഴ അലോവേര എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ കറ്റാർ വാഴ എല്ലാവർക്കും അറിയാം, അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയാണ് പറയുന്നത് കറ്റാർ വാഴ. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് നെല്ലിക്ക. നമ്മുടെ വീട്ടിൽ നിന്ന പരിസരത്തുണ്ടായിരുന്ന മരത്തിൽ നിന്ന നെല്ലിക്കയാണ്. വളരെ നല്ല ടേസ്റ്റ്, നല്ല ഗുണമുള്ള വിറ്റാമിൻ സിയുടെ കലവറയാണ്, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആയി അല്ലേ. അപ്പം ഇനി ഇതെല്ലാം കൂടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അമ്മ പറഞ്ഞു തരും. ഇതെല്ലാം കൂടെ അരിഞ്ഞ് മിക്സിയിലിട്ട് ശകലം വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കണം. അടിച്ചെടുത്ത് അരിച്ച് ചീനിച്ചട്ടിയിലൊഴിച്ച് അത് കുറേ വെള്ളം അങ്ങ് വറ്റണം. വറ്റിയിട്ട് എണ്ണയും കൂടെ ഒഴിച്ച് കാച്ചി ചുവന്ന പരുവത്തിൽ എടുക്കണം. അത് പറഞ്ഞു തരാം പിന്നെ. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് പൂവാങ്കുരുന്നൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഈ ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് എടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സിയിൽ വെച്ചിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമ്മൾ അരിവെട്ടി ഉണ്ടല്ലോ, ഈ ചൂരലിൽ വരിഞ്ഞ് കിട്ടുന്ന പെട്ടി, അപ്പോൾ അതിന് അരിവെട്ടി എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണത്. അപ്പോൾ അരിച്ചെടുക്കുമ്പോഴത്തേക്ക് ഇതിൽ പിഴിഞ്ഞിട്ട് അതിൻ്റെ കൊത്തൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഒന്നും കൂടെ അത് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ സത്ത് പൂർണ്ണമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ അമ്മ പറഞ്ഞ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ അരിവെട്ടിയിൽ വെച്ചിട്ട് അരിച്ചെടുത്ത് പിഴിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് അരിച്ചെടുത്ത ഈ ഇൻഗ്രീഡിയൻസുകൾ ഇതിൻ്റെ സത്തെല്ലാം ഒരു പാത്രത്തിലെടുത്തിട്ട്, അപ്പോൾ ഈ ചീനിച്ചട്ടി, അതായത് ഇരുമ്പ് ചട്ടിയാണ് അടുപ്പിലിരിക്കുന്നത്, അത് ചൂടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം അതിലോട്ട് ഒഴിക്കുന്നത്. അപ്പോൾ ഒഴിച്ച് അതിനി അലോവേരയും കൂടെ മിക്സിയിൽ അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ അടിച്ച് ഇതിലൊഴിക്കും. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഇളക്കണമെന്നുള്ളതാണ് ഇതിൻ്റെ രീതി. അത് എണ്ണ ഒഴിച്ചാലും ഇളക്കണം, അല്ലെങ്കിലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതാണ് ഒരു ജോലി. അപ്പോൾ ഇതിങ്ങനെ ചെറിയ തീയിൽ ഇങ്ങനെ ആയിട്ട് ചൂടാക്കിയിട്ട്, അപ്പോൾ ഇത് വറ്റുന്നത് വരെ, അത് വറ്റുമെന്ന് പറഞ്ഞാൽ മുഴുവനല്ല, ഒരു കുഴമ്പ് രൂപത്തിലാവുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ആ ഇൻഗ്രീഡിയൻസുകൾ ഏകദേശം വറ്റി കുഴമ്പ് രൂപത്തിലായിരിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു അതിൻ്റെ പരുവമായെന്ന് പറഞ്ഞാൽ അങ്ങനെ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊപ്പര ആട്ടിയെടുത്തതാണ്. തേങ്ങ ഉണക്കി കൊപ്പരയാക്കിയിട്ട് അത് മെല്ലിൽ വെച്ച് ആട്ടിയെടുത്ത ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അത് തന്നെ വേണമെന്ന് അമ്മ നിർബന്ധം പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഏകദേശം 2 കിലോളം ഉള്ള വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനിയും അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് തീ കുറച്ചുകൂടെ കൂട്ടി കൊടുത്തതിന് ശേഷം അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് നല്ല പത വരും. പതയെന്ന് പറഞ്ഞാൽ അതിലുള്ള ജലാംശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആ പത മുഴുക വറ്റുന്നത് വരെ നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് പതയെല്ലാം വറ്റിയതിന് ശേഷമാണ് അത് എണ്ണ മൂക്കുന്നത്. എണ്ണ മൂത്തോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട്, അത് നമുക്ക് കാണാം. അപ്പോൾ ഇതിന് പറ്റിയത് വിറകടുപ്പാണ്. അല്ലാത്തവർക്ക് ഗ്യാസ് അടുപ്പ് ഉപയോഗിക്കാം. പക്ഷേ വിറകടുപ്പാണ് നല്ല കാര്യം. 1.5 മണിക്കൂർ ഇത് ചൂടാക്കേണ്ടി വരും. ഈ ഇരുമ്പ് ചട്ടി, ചീനിച്ചട്ടി എന്ന് പറയുന്നില്ലേ, അത് തന്നെയാണ് ഈ എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എണ്ണ മൂത്താന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ജീരകം ഇടുന്നത്. അപ്പോൾ എണ്ണ മൂത്തെങ്കിൽ ഇത് പൊട്ടും. അപ്പോൾ എണ്ണ നല്ല മൂക്കുമ്പോഴത്തേക്ക് ഈ ജീരകമൊക്കെ പൊട്ടും. അപ്പോഴാണ് അറിയുന്ന എണ്ണ മൂത്താണ്. ഇത് കുരുമുളകാണ്, കുരുമുളക് പൊടി.
അതുപോലെ ജീരകം ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ എണ്ണ മൂത്തതിന് ശേഷമാണ്. അപ്പോൾ എണ്ണ മൂത്താന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ ജീരകം ഇട്ട് കൊടുക്കുന്നത്. മാത്രമല്ല ഇത് വളരെ ഗുണമുള്ളതാണ് ഈ ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ എണ്ണ ഇറക്കാറായി, അത് പാകമായി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പതയെല്ലാം വറ്റുന്നതോടുകൂടിയാണ് അത് എണ്ണ മൂത്തെന്ന് അറിയുന്നത്. കാര്യം പതയണമെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൻ്റെ അംശമാണ് തെളിയിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ല തണുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു ബോട്ടിലേക്ക് മാറ്റി ഒഴിക്കുകയാണ്. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വരും വരെ നമസ്കാരം.